ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ്. ഒരു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മുന്തിരിയുടെ ഒരു ബോട്ടിലായിട്ട് നമ്മുടെ കുപ്പിയിൽ മുന്തിരിയൊക്കെ ഇങ്ങനെ ചുറ്റി പിടിച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയിൽ. നമുക്കിതൊരു ഷോ കേസിൽ വെക്കാൻ ഒരു ഷോ പീസായിട്ട് വെക്കാൻ പറ്റിയ ഒരു മോഡലാണ്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോർമലി അറിയാലോ, ബോട്ടിലായിട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ബോട്ടിൽ വേണം. പിന്നെ കുറച്ച് ടിഷ്യൂസ്, പിന്നെ നമ്മുടെ ഫെവിക്കോളും വാട്ടറും കൂടെ ഉള്ള ഒരു മിക്സ്, പിന്നെ വേണ്ടത് കുറച്ച് പെയിന്റ് ആണ്. ഞാനിതിൽ ആ പെയിന്റ് എടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. ഞാൻ കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് ബ്ലാക്ക്, ഗ്രീൻ, ഒരു പിങ്ക്, പിന്നെ ഗോൾഡൻ മെറ്റാലിക് പെയിന്റ്, ഇങ്ങനെ കുറച്ച് കളറുകളാണ് ഞാൻ കൂടുതലും ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ അത് ഇതിലെടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഗമ്മും വാട്ടറും കൂടിയുള്ള ഒരു മിക്സ് നമ്മുടെ ബോട്ടിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ടിഷ്യൂസ് അതിൽ ഒട്ടിച്ച് കൊടുക്കുക. അതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഇടയ്ക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ഒക്കെ ആയി പോകുന്നുണ്ട്, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ടിഷ്യൂസ് ഒക്കെ ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഒരു ഭയങ്കര തിന്നായിട്ടുള്ള പേപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഒട്ടിച്ചു. പിന്നെ ഞാൻ ഈ ഒട്ടിച്ച സമയത്ത് അതിൻ്റെ അടപ്പിൽ ഒട്ടിക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ പോയിട്ട് ഞാൻ വീണ്ടും ആ, അടപ്പിലും ഒക്കെ ഫുള്ളായിട്ട് ടിഷ്യൂ ഒട്ടിച്ചിട്ട് വന്നു. പിന്നെ അടുത്തത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബ്ലാക്ക് പെയിന്റ് നമ്മൾ അതിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ബ്ലാക്ക് പെയിന്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേപ്പർ നമ്മൾ ടിഷ്യൂസ് ഒട്ടിച്ചിട്ടുള്ളത് ഒന്നാമത് അത് വാട്ടറും ഗമ്മും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വാട്ടറിൻ്റെ കൺസിസ്റ്റൻസി കൂടുതലായതുകൊണ്ടും ഞാനിതിൽ ഒരുപാട് ടിഷ്യൂസ് യൂസ് ചെയ്തുകൊണ്ട് അത് ഡ്രൈ ആവാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഇതിൽ ഞാൻ ഡ്രൈ ആവുന്നതിന് മുമ്പേ ഞാൻ പെയിൻറ്റിങ് അതിൽ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒന്നാമത് നനഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ കൂടെ പെയിൻറ്റും കൂടി വരുമ്പോൾ ആ പേപ്പർ ബ്രഷിലോട്ട് ആവാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഡ്രൈ ആയതിനു ശേഷം മാത്രം ഈ പണിക്ക് ഇറങ്ങണം. എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണത്. ഡ്രൈ ആവുന്നതിന് മുന്നേ പെയിൻറ്റിങ് പണിക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് അങ്ങനെ പേപ്പറൊക്കെ വിട്ടത്. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നിന്നൊക്കെ ഇങ്ങനെ ബ്രഷ് കൊള്ളുമ്പോഴത്തേനും അതിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആ പേപ്പർ പോരും അതിൻ്റെ അടിയിൽ വൈറ്റ് ആവും. ഞാനത് ഫില്ല് ചെയ്യുമ്പോഴത്തേനും അതും പോരും അതിൻ്റെ അടിയിലെ പേപ്പർ കാണും. അങ്ങനെയായിരുന്നു. കുറച്ച് പാട് വിട്ട് ഞാൻ ഈ പെയിൻറ്റിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം ഈ പറയുന്ന പെയിൻറ്റിങ് ചെയ്യാൻ. അതുപോലെ ഞാൻ ഒരുപാട് ടിഷ്യൂ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ടൈം എടുത്തെന്ന് പറഞ്ഞല്ലോ. മിക്കവാറും ഇത് ഒന്ന് ഡ്രൈ ആയി കിട്ടണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ വേണ്ടി വന്നെന്നിരിക്കും. അപ്പം അതുകൊണ്ട് അത്രയും നേരം എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ഒപ്പിച്ചത്. അതുപോലെ തന്നെ ഞാൻ ചെയ്തപ്പോൾ നമ്മുടെ കുപ്പിയുടെ അടിയിൽ ഞാൻ ചെയ്തിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുപ്പിയുടെ അടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതവിടെ വെക്കാൻ പറ്റില്ല. പേപ്പർ താഴോട്ടി പിടിക്കും. നമുക്കത് കമഴ്ത്തിയിടാനും പറ്റില്ല. അങ്ങനെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം നമ്മൾ മേലേക്ക് ഒട്ടിച്ച് വെച്ചേക്കല്ലേ, അതുകൊണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ താഴെ ചെയ്തിട്ടില്ല, കാരണം നമുക്കതൊന്ന് സ്റ്റഡി ആയിട്ട് വെക്കണമല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാനിതിൽ ഫുൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വരാം കേട്ടോ. ഓക്കെ.
അപ്പോൾ ദാ നമ്മുടെ ആ ഒരു ബ്ലാക്ക് പെയിൻറ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫൈനൽ ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഞാനിത് ഫുൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ഒരുപാട് നേരം എടുത്ത് ചെയ്യാനായിട്ട്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചും മറിച്ചും കാണിക്കണേ. അതിൽ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇപ്പോൾ പെയിൻറ് ചെയ്തുള്ളൂ, എൻ്റെ കൈ മൊത്തം ബ്ലാക്ക് കളറായി അതിൽ പിടിച്ചുകൊണ്ട്. ഒന്നാമതൊന്ന് നനഞ്ഞിരിക്കുകയാണല്ലോ, അപ്പോൾ നിങ്ങളത് അതിലൊന്ന് തൊടുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. മാക്സിമം ഡ്രൈ ആക്കിയിട്ട് വേണം അതിൽ തൊടാൻ. പിന്നെ നമ്മൾ അതിൽ മുന്തിരിക്കുള്ള കാര്യങ്ങളാണ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഒരു ക്ലേ ഉണ്ട്, അതിൽ ഹാർഡനറും ഉണ്ട് ക്ലേയും ഉണ്ട്. അത് എയർ ഡ്രൈ ക്ലേ ആണ്. അത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളത് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ ആ ഹാർഡനറും ക്ലേയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് മിക്സ് ചെയ്ത് വന്നത് ഒരു റൗണ്ട് നല്ല എന്താ പറയുക ഉണ്ട പോലെ ഞാൻ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുത്തതാണ് ഈ കാണുന്നത്. ഇനി ഇത് നമ്മൾ എന്താ പല ഷേപ്പുകളായിട്ട്, പല ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, മുന്തിരിയുടെ ഷേപ്പ് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക ചെയ്തേ. അപ്പോൾ എല്ലാം ഒരേ സൈസ് വേണമെന്നില്ല, നമുക്ക് മുന്തിരിയിൽ വെക്കുമ്പോൾ അറിയാലോ, ചില സ്ഥലത്ത് വലുത് വേണം, ചില സ്ഥലത്ത് ചെറുത് വേണം. അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് എത്ര എണ്ണം വേണമെന്ന് വെച്ച് ഞാൻ ചെയ്യാം. ഞാനെടുത്ത ആ ഒരു ക്ലേ എന്തായാലും തികഞ്ഞില്ല, എനിക്ക് വീണ്ടും ഒരു പാക്കറ്റും കൂടി യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ച് നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ആ ഒരു ക്ലേ നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി മാറ്റുക. എന്നിട്ട് നമ്മുടെ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ നമ്മുടെ ഫെവിക്കോളാണ്, എൻ്റെ തൊണ്ടയൊക്കെ പോയി, ഫെവിക്കോളാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് ടൈം എടുക്കും അതിലൊന്ന് ഒട്ടി കിട്ടും, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിങ്ങനെ അടർന്ന് പോരും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ വേറൊരു ക്ലേ എടുത്തിട്ട് നമ്മുടെ ടേബിളിൽ പൗഡർ തൂവിയിട്ടു. എന്നിട്ട് അതിൻ്റെ മീതെ വെച്ച് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ അതൊന്ന് റോൾ ചെയ്തെടുത്തു. ഞാൻ റോൾ ചെയ്യാനായിട്ട് ഫെവിക്കോളിൻ്റെ ബോട്ടിൽ തന്നെയാണ് എടുത്തത്. പൗഡർ ഇടുന്നതെന്ന് വെച്ചാൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ്. ഇത് ആക്ച്വലി ഇത് ചെയ്തത് നമുക്ക് മുന്തിരിക്ക് ഇല വേണമല്ലോ, അപ്പോൾ ഇല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചത്. അപ്പോൾ ഇല വരയ്ക്കാനായിട്ട് ഷേപ്പ് വരച്ചെടുക്കുക എന്നുള്ള കാര്യം ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തൊടിയിലൊരു ചെടി നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഇല കണ്ട ഏകദേശം മുന്തിരിയുടെ ഒക്കെ ഒരു ഇലയുടെ ഷേപ്പൊക്കെ ഉണ്ട്. പിന്നെ ഞാനത് പോയി അത് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ആ സംഭവം ഇതിൽ വെച്ച് അച്ച് പോലെ ആക്കി ഒന്ന് പരത്തി അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ നമ്മുടെ ക്ലേയിൽ വരുത്തിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര വലിയ സൈസ് ഇലയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ പരത്തിയെടുക്കുക. ഞാനൊരു മാക്സിമം ഏതാണ്ട് ഈ സൈസ് മതിയാവും തോന്നുന്നു. ഞാൻ ചെറിയ ഇലയാണ് പറിച്ചുകൊണ്ട് വന്നത്. നമുക്ക് കണ്ടിട്ട് വരാം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഇല ഒട്ടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു മോൾഡ് നമ്മൾ ക്ലേയിൽ ആക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ അതൊന്ന് ആക്കാനായിട്ടൊരു ചപ്പാത്തി വാങ്ങിച്ചതിൻ്റെ കവറുണ്ടായിരുന്നു, അതിൻ്റെ മീതെയാണ് ഞാൻ നമ്മൾ ആ ക്ലേ പരത്തിയത് വെച്ചത്. എന്നിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ടേബിളിൽ ആ പരത്തിയത് വെച്ചിട്ടേ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പോകും. അത് മാത്രമല്ല നമുക്കതിങ്ങനെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവത്തിലാണെങ്കിൽ നമുക്ക് വേഗം ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം സുഖമായിട്ട് പൊട്ടിച്ച് അത് പറിച്ചെടുത്തിട്ട് നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ച് കൊടുക്കാനും പറ്റും. അപ്പോൾ ഞാനങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മീതെയാണ് പരത്തിയത് ഇട്ടത്. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ ഇല ഇതാണ്, തൊടിയിലൊക്കെ കാണാം ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന ഒരു ഇല. അത് ശരിക്കും ഏതാണ്ട് ഒരു മുന്തിരിയുടെ ഇലയുടെയൊക്കെ ഒരു ഷേപ്പായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ അത് ഞാൻ ചെറുത് നോക്കി പൊട്ടിച്ചെടുത്തിട്ട് ഞാനതൊന്ന് നമ്മുടെ ആ ക്ലേയിലേക്ക് ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ആ ഒരു കറക്റ്റ് ലൈൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്ത്. പിന്നെ അതൊരു ബ്ലേഡ് വെച്ചിട്ട് ഞാനത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ കൂടെ നമ്മുടെ മുന്തിരിക്ക് വേണ്ടിയിട്ടുള്ള വള്ളിയുണ്ട്, അത് ഞാൻ ചെയ്യണത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പം വള്ളിയുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ റോൾ ചെയ്തെടുത്താൽ മതി. നമ്മൾ കൈ വെച്ച് റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് ഈക്വലായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു ടേബിളിൻ്റെ പുറത്ത് അത് ഇട്ടിട്ട് നമ്മുടെ എന്തെങ്കിലും സ്ക്വയർ ആയിട്ടുള്ള സാധനങ്ങളോ, ഇപ്പോൾ ഐ ഡി കാർഡ്, ഞാൻ യൂസ് ചെയ്ത ഐ ഡി കാർഡിൻ്റെ ഒരു ഐ ഡി കാർഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മീതെ ഇട്ടൊന്ന് റോൾ ചെയ്താൽ ഈക്വൽ സൈസിൽ നമുക്ക് ആ ഒരു വള്ളി പോലത്തെ സാധനം ക്ലേ കൊണ്ട് കിട്ടും, നല്ല കനം കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അത് ഒരെണ്ണം ഉണ്ടാക്കി. പിന്നെ കുറച്ച് പൂവും സാധനങ്ങളൊക്കെ ആക്കി അതെല്ലാം ഞാൻ എൻ്റെ ബോട്ടിലിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നിങ്ങളത് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാൻ വീഡിയോ എടുത്തപ്പോഴാണെങ്കിൽ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എല്ലാം ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. ഞാനിത് പെയിൻ്റൊക്കെ ചെയ്തിട്ട് വന്നു. അത് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആക്ച്വലി ഞാൻ പറഞ്ഞ ഗോൾഡൻ മെറ്റാലിക് കളർ അത് ഞാൻ കൈ വെച്ചിട്ട് ആ ഒരു ബ്ലാക്ക് പെയിൻറ് ചെയ്ത സ്ഥലത്തൊക്കെ കൈ വെച്ചിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഗ്രീൻ കളറും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇലയ്ക്ക് കൊടുത്തത്. ഇലയും ആ വള്ളി പോലെ ഇരിക്കുന്നതിനൊക്കെ കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഈ മെറ്റാലിക് കളറും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ആ കുഞ്ഞി പൂവും സാധനങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചത് ഒട്ടിച്ചത്. അതിലൊരു പിങ്കിഷ് കളറാണ് കൊടുത്തത്. അടിപൊളിയായിട്ടില്ല, നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പീസ് പോലെയില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ പറയുക. അതുപോലെ തന്നെ സംഭവം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.